മദ്യപാനത്തിന് അടിമപ്പെട്ട ഭർത്താവ് അന്യായമായി ഭാര്യയെ ആക്രമിക്കുമ്പോൾ ഭാര്യയ്ക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടോ? ഇങ്ങനെ തിരിച്ചടിക്കുന്നതിനിടയിൽ ഭർത്താവ് കൊല്ലപ്പെട്ടാൽ അതിൻ്റെ കുറ്റം ഭാര്യയ്ക്ക് ലഭിക്കുമോ എന്നൊക്കെയാണ് അതൊരു ഡേഞ്ചർ ചോദ്യമാണത്. അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നാണ് ചോദ്യത്തിൽ. ഭാര്യ ഭർത്താവിനെ തച്ച് ഭർത്താവാണ് ഷഹീദായാൽ മരണപ്പെട്ട് കഴിച്ചാൽ അവളതിന് ഉത്തരവാദിയാകുമോ എന്നുള്ളതാണ്. അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ആരാണെങ്കിലും ഇപ്പോൾ ഭർത്താവ് മദ്യപാനിയാണ് എങ്കിൽ ഭാര്യ അത് അടിച്ചൊതുക്കുക എന്നുള്ളതല്ല. കാരണം അടിച്ചൊതുക്കാൻ കഴിയില്ല. അവിടെ ഉപദേശിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ചികിത്സാവിധികൾ നിർദ്ദേശിച്ചു കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുക. അതല്ല, മുന്നോട്ട് പോയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ത്വലാഖ് ആവശ്യപ്പെടുക. ഇതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഭാര്യ ഭർത്താവിനെ തച്ച് നന്നാക്കുക എന്നൊന്നില്ല. സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അവരെ തല്ലൽ അനുവദനീയമാണ് എന്ന്. അതും എങ്ങനെ? മാന്യമായ രൂപത്തിൽ, മാരകമല്ലാത്ത രൂപത്തിൽ അവരുടെ ശരീരത്തെ അടിക്കുന്നുവെങ്കിലും ആ ശരീരത്തിനല്ല അടി, മറിച്ച് മനസ്സിനാണ് അടി. ത്വലാഖിനെ കുറിച്ച് പറയുമ്പോൾ ആ അടിയെക്കുറിച്ച് പറയുന്നുണ്ട്. റസൂലുള്ളാഹി വിശദീകരിച്ച് മുഖത്തടിക്കാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ കന്നുകാലികളെ തല്ലുന്ന പോലെ ഒന്നും തല്ലാൻ പാടില്ല. അതല്ലാതെ ഭർത്താവിനെ തല്ലുക എന്ന ഒന്ന് ഇല്ല. തച്ചാൽ നന്നാകാൻ വേണ്ടിയിട്ടാണല്ലോ തല്ലുന്നത്, അല്ല ദേഷ്യം തീർക്കാനല്ല. ഒരു ഭർത്താവിനെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഭർത്താവിനെ തച്ച് ഭർത്താവ് നന്നായി എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് തന്നെയും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തടിയാണത്? അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നന്നാവുന്നില്ല എങ്കിൽ ഭർത്താവ് ഉപദേശിക്കുക, അവരുടെ കുടുംബങ്ങളുമായി ചർച്ച ചെയ്യുക. ഇല്ലെങ്കിൽ ത്വലാഖ് ആവശ്യപ്പെടുക. തല്ലാനും കൊല്ലാനും ഒന്നും പോകേണ്ടതില്ല. അങ്ങനെ തച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് വല്ല കത്തിയും കൊണ്ടാണ്, അല്ലെങ്കിൽ പൊതുവെ ഇതേപോലുള്ള പ്രഹരിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്നതാണെങ്കിൽ അത് ഖത്ലു അംദ്, മനഃപൂർവ്വമുള്ള കൊലപാതകവും. അപ്പോൾ അതിന് ഇസ്ലാമിക രാജ്യത്താണ് ഖിസാസ്, പ്രതിക്രിയ വേണ്ടി വരും. ഇനി അതല്ല, ഒരു വടിയോണ്ടാണ് അടിച്ചപ്പോൾ മരണപ്പെട്ടു, പൊതുവെ അങ്ങനെ ഒരു വടികൊണ്ട് തച്ച് കഴിഞ്ഞാൽ മരണപ്പെടാൻ സാധ്യതയില്ല എങ്കിൽ ഷിബുഹു അംദാണ്. അതിന് പ്രതിക്രിയയില്ലെങ്കിലും അതിന് വേറെ കുറേ ഇസ്ലാമികമായ വിധികളുണ്ട്. അങ്ങോട്ടൊന്നും പോകൽ ഭാര്യമാർക്ക് ഉചിതമല്ല.